ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്ന് നമ്മൾ കാണിക്കുന്നതെന്ന് വെച്ചാൽ ആൻഡ്രോയിഡിലെ കുറച്ച് ഗ്രാഫിക്സ് കുറവുള്ളതും സൈസ് കുറവുള്ളതും ആയിട്ടുള്ളവർക്കുള്ളതാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഗൈസ്, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി കുറച്ച് ഗെയിംസുമായിട്ടാണ് ഗൈസ് നമ്മൾ വന്നിരിക്കുന്നത്. ഗൈസ്, അതുപോലെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഗൈസ്, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഗെയിം എന്ന് പറയുന്നത്. സ്റ്റിക്മാൻ അർച്ചേവ് എന്നാണ് ഗൈസ് ഈ ഒരു സംഭവത്തിൻ്റെ പേര്. ഗൈസ്, അതായത് അപ്പുറത്തും ഇപ്പുറത്തും നമ്മൾ നിൽക്കും എന്നത് ഒരാളാണ് നമ്മൾ. ഗൈസ്, അതായത് അമ്പ് ചെയ്ത് അപ്പുറത്ത് നിൽക്കുന്നവനെ കൊല്ലണം. അതുപോലെ അവന് ഇങ്ങോട്ട് അമ്പ് ചെയ്യും, നമ്മളെ കൊല്ലാൻ ചാൻസ് ഉണ്ട്. ഗൈസ്, ഇതൊരു ഓൺലൈൻ ഗെയിമാണ്. എന്തായാലും കൊള്ളാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഗെയിം എന്ന് പറയുന്നത്. ഗൈസ്, അതിന് അടുത്ത ഗെയിം ഞാൻ കാണിച്ചു തരാം. ഗൈസ്, എന്തായാലും ഇത് കളിച്ച് നോക്കും. ഇത് നൈസ് ഗെയിമാണ്, കളിക്കാനൊക്കെ അടിപൊളിയാണ്. ഗൈസ്, ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ സൈസ് കുറഞ്ഞ രണ്ടാമത്തെ ഗെയിം എന്ന് പറയുന്നത്. ഗൈസ്, ഈ ഒരു ഗെയിമിൻ്റെ പേരാണ് ഗൈസ് ഫിഷിംഗ് ലൈഫ് എന്നാണ്. ഗൈസ്, അതായത് നമ്മൾ ഇതിലേക്ക് കാസ്റ്റ് ചെയ്യുക, ഫിഷിനെ പിടിക്കുക, സംഭവം ഇതുപോലെ എടുക്കുക, നമുക്ക് പിന്നെ ലെവലപ്പ് ആക്കാം. ഗൈസ്, ഓരോ മീനിനും ഓരോ കാര്യങ്ങളും ടിപ്പും കാര്യങ്ങളും സംഭവം ഒക്കെ ഉണ്ട്. ഗൈസ്, അതങ്ങനെയാണ്. എന്തായാലും കൊള്ളാം. നമ്മൾ അങ്ങനെ പൈസ കൂട്ടുകയും നമ്മൾ സ്റ്റിക്ക് ഇതാക്കുകയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഗൈസ്, അങ്ങനെയാണ് സംഭവം. ഗൈസ്, അതാണ് നമ്മുടെ രണ്ടാമത്തെ ഗെയിം എന്ന് ഫിഷിംഗ് ലൈഫ് എന്നാണ്. ഗൈസ്, ഇതിനും നല്ലൊരു ഗെയിം തന്നെയാണ്. നമുക്ക് ടൈമൊക്കെ ഇങ്ങനെ ബോറൊക്കെ അടിച്ചിരിക്കുന്ന സമയത്ത്, ചൂണ്ടയിടാനൊക്കെ തോന്നുന്ന സമയത്തൊക്കെ ഇരുന്ന് കളിക്കാം. നൈസാണ്. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഗെയിം എന്ന് പറയുന്നത്. നിഞ്ച ടോബോ എന്നങ്ങാണ്ടാണ് ഗൈസ്, അങ്ങനെ തോന്നുന്നു വായിക്കുന്നത്. ഗൈസ്, ഇതാണ് നമുക്ക് മെഷീൻ ഉണ്ട്, അല്ലാതെ എൻലെസ് ആയിട്ട് ഗെയിമൊക്കെ കളിക്കാം. ഗൈസ്, എൻ്റെ ഇങ്ങനെയാണ് സംഭവം. ഗൈസ്, ഇത് നമ്മൾ ഏകദേശം നേരെ തന്നെയാണ് ഗൈസ് പിടിച്ചെടുക്കുന്നത്. സൈസ് കുറവാണ്. ഗൈസ്, ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയില്ല, അതിൻ്റെ കാണുമ്പോൾ തന്നെ അറിയാം. ഒരു രസമുണ്ട് സാധനം കാണാൻ. ഗൈസ്, പിന്നെ ഒരു കാര്യമുണ്ട്, താഴെ മുള്ളും പോലത്തെ സംഭവമൊക്കെ ഉണ്ട്. ഗൈസ്, നമുക്ക് താഴോട്ട് പോകാൻ പറ്റൂല. അതാണ് ഗൈസ്. ഇനി ഇവനെ കൊല്ലാനാണ് ബുദ്ധിമുട്ട്. ഗൈസ്, നമ്മൾ അങ്ങോട്ട് ഗൈസ് ഇങ്ങനെ വലിച്ച് വിട്ടാണ് ഓരോരുത്തന്മാരെ കൊല്ലേണ്ടത്. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയൊക്കെ പോവും, എന്നിട്ട് തന്നെ ഇങ്ങനെ ചത്തും പോവും. ഗൈസ്, അതായത് നമ്മൾ ഇതിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ കയറി പോകാം. ഇങ്ങനെ പോയിട്ട് സൈഡിൽ കയറുക, പിന്നെ ഇങ്ങനെ പോവുക, പിന്നെ ഒന്നുകൂടെ മണ്ടക്കോട്ട് പോവുക. അതെ ഗൈസ്, ഇവിടെ അവന്മാർ നിൽപ്പുണ്ട്. ഓക്കെ, ഒരുത്തനെ കൊന്നു. ഗൈസ്, അടുത്തവനെ കൊന്നു. ഗൈസ്, ഇങ്ങനെയാണ് ഈ ഒരു ഗെയിം എന്ന് പറയുന്നത്. ഇതും ഒരു അടിപൊളി ഗെയിമാണ്, രസമാണ് ഗൈസ് ഈ ഒരു ഗെയിം കളിക്കാൻ. ഗൈസ്, ഇത് കയറി പോകുന്തോറും ടഫ് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കും. ലാസ്റ്റ് നമുക്ക് പറ്റാത്ത ടൈപ്പ് ടഫും കാര്യങ്ങളൊക്കെ വരും. ഗൈസ്, ഇപ്പം തന്നെ കുറേ മെനക്കേടാണ്. ഗൈസ്, ഭയങ്കര ഇതാണ്, ടഫാണ് ഈ ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ. ഗൈസ്, ഇതും കൊള്ളാം, രസമാണ് കളിക്കാൻ. കണ്ടോ ഗൈസ്, ഇതാണ് നമ്മുടെ ആൾട്ടോ ഒഡീഷി എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ഗൈസ്, അങ്ങനെയാണ് തോന്നിയത് വായിക്കുന്നത്. ഗൈസ്, ഇതും ഒരു അത്യാവശ്യം നല്ല ഗൈസ് ഈ ഗെയിമിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ അത്യാവശ്യം നല്ല രസമാണ് ഗൈസ് കാണാൻ. ഈ ഒരു ഗെയിമും ഞാൻ ഫസ്റ്റ് കാണിച്ച ഒരു ഗെയിമിൻ്റെയൊക്കെ സ്റ്റിക്മാൻ്റെ ഒരു ഗെയിം എന്നൊക്കെ പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര രസമാണ്. ഗൈസ്, നൈസ് ഗെയിമാണ്. നമുക്ക് ടൈമൊക്കെ പോകുമ്പോൾ ഇരുന്ന് കളിക്കാം. ഗൈസ്, ഇത് ഇങ്ങനെയൊക്കെയാണ് കളിക്കേണ്ടത്. നമ്മൾ കളി തുടങ്ങുമ്പോൾ അവർ പറഞ്ഞു തരും എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന്. പിന്നെ നമ്മൾ അഹങ്കാരം കാണിച്ചാലേ ഉള്ളൂ. ഓക്കെ, ഇങ്ങനെയൊക്കെ ഇരിക്കും. ഗൈസ്, ഇതാണ് ഈ ഒരു ഗെയിം എന്ന് പറയുന്നത്. ഗൈസ്, ഇതും നമ്മളൊരു സബ്വേ സർഫ് പോലെയാണ്. നമ്മൾ എത്രയും പോകുന്നോ കുറച്ചുകൂടെ കഴിയുമ്പോൾ സ്പീഡ് കൂടിക്കൊണ്ടേ ഇരിക്കും. ഇത്ര മീറ്റർ പോകും. ഗൈസ്, ഓരോ മെഷീനും കാര്യങ്ങളൊക്കെ അവർ നൈസായിട്ട് നമുക്ക് തരും. നമ്മൾ ഇത്ര ദൂരം പോകുന്നു, ഇത്ര ദൂരം 200 മീറ്റർ പോകണം, ചിലപ്പോൾ 500, 600 അങ്ങനെ ഓരോരോ മീറ്ററൊക്കെ തരും. ഗൈസ്, കണ്ടതുകൊണ്ട് മെഷീനാണ് എഴുതിയിരിക്കുന്നത്. ട്രാവൽ 500 മീറ്ററാണ്. പിന്നെ നമ്മളിങ്ങനെ ജമ്പ് ഓവർ 3 സാധനത്തിൻ്റെ മണ്ടയിൽ കൂടെ ചാടി പോവുക, അങ്ങനെയൊക്കെ ചെയ്യണം. ഗൈസ്, അതാണ് ഈ ഒരു ഗെയിം എന്ന് പറയുന്നത്. അടുത്ത ഗെയിമിലേക്ക് നമുക്ക് പോവാം. ഗൈസ്, ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഗെയിം എന്ന് പറയുന്നത്. അതായത് ബാഡ്മിൻ്റൺ ലീഗ് എന്നാണ് ഈ ഒരു ഗെയിമിൻ്റെ പേരെന്ന് പറയുന്നത്. ഗൈസ്, ഇതൊരു സൂപ്പർ ഗെയിമാണ്. ഭയങ്കര രസമാണ് ഈ ഒരു ഗെയിം കളിക്കാനും. അത് ഗൈസ് ഇങ്ങനെ നമ്മൾ കളിക്കണം. ഗൈസ്, നമുക്ക് ഫ്രണ്ട്സുമായിട്ടൊക്കെ മൾട്ടിപ്ലെയർ കളിക്കാമെന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. ഇത് നൈസ് ഗെയിമാണ്. നമുക്കിങ്ങനെ പോയിൻറ്റും കാര്യങ്ങളൊക്കെ കൂടുകയൊക്കെ ചെയ്യാം, അങ്ങനെയൊക്കെ കളിക്കാം. ഗൈസ്, നൈസാണ്. എന്തായാലും കൊള്ളാം. ഗൈസ്, ഇത് എന്തായാലും ഒന്ന് കളിച്ച് നോക്കുക, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും ഈ ഒരു ഗെയിം. പിന്നെ ഇതിൻ്റെ സൗണ്ടും കാര്യങ്ങളും നടക്കുന്നതിൻ്റെ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ സെറ്റാണ്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഗൈസ്, എന്തായാലും കൊള്ളാം. നമുക്ക് അടുത്ത ഗെയിം നോക്കാം. ഗൈസ്, ഇതാണ് നമ്മുടെ 6ാമത്തെ ഗെയിം എന്ന് പറയുന്നത്. ഗൈസ്, നമ്മൾ ഇതിനകത്ത് ഈ ഒരു ഗെയിമിൻ്റെ പേരെന്ന് വെച്ചാൽ ഫിഷ് ഡോ എന്നാണ് ഗൈസ് ഈ ഒരു ഗെയിമിൻ്റെ പേര്. ഗൈസ്, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വരുന്നതാണ്. മറ്റേ മീനിങ്ങനെ വലിയ മീനെ തിന്ന്, അതിലും വലിയ മീനെ തിന്ന്, അങ്ങനെ ആ ഒരു സൈസ് ഇങ്ങനെ കൂട്ടി ഞാൻ കാണിച്ചു തരാം. ഗൈസ്, അതിൻ്റെയൊക്കെ ഇടയ്ക്ക് നമ്മൾ ഇങ്ങനെയൊക്കെ കളിക്കണം. ഗൈസ്, ഇങ്ങനെയൊക്കെയാണ് ഈ ഗെയിം. വെറും ഉടായ്പാണ് നമ്മൾ ഇതിൽ കാണിക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ കാണിക്കുന്ന പോലൊന്നും അല്ല ഗൈസ്. ഇൻസ്റ്റാഗ്രാമിൽ കാണിക്കുന്നത് ഇതാണ്, ഇത്രേ ഉള്ളൂ.
ഇങ്ങനെയാണെങ്കിൽ കൊള്ളാമല്ലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ അങ്ങനെയൊന്നുമല്ല ഗൈസ്, വലിയ സുഖമൊന്നും ഇല്ലാത്തൊരു ഗെയിമാണ് ഗൈസ് ഈ ഒരു ഗെയിം. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് മാത്രം എടുത്തൊരു ഗെയിമാണ്. ഒരു സുഖമില്ല, സത്യം പറയാമല്ലോ കൊള്ളത്തില്ല ഗൈസ്. ഈ ഒരു ഗെയിം മാത്രം കൊള്ളുമില്ല, നിങ്ങൾ ഇത് മാത്രം കളിക്കരുത്. ഗൈസ് ഇത് കണ്ടിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞത് ഇത് എടുത്തത്. ഇങ്ങനെയാണ് ഗൈസ് കളിക്കേണ്ടത്. നമ്മൾ കറക്റ്റായിട്ട് നോക്കി കളിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് പണിയും കിട്ടും ഗൈസ്, നമ്മളും തീരും. അങ്ങനെയാണ് സംഭവം എന്ന് പറയുന്നത് ഗൈസ്. ഇവിടെ തിന്നിട്ട് ഇതും കഴിഞ്ഞിട്ട് ഇവനെ കൊല്ലണം, ഇതാണ് നമ്മുടെ സംഭവം ഗൈസ്. എന്തായാലും പോയിന്റ് കൂടുതലായിരിക്കണം, എതിരായിരുന്ന മീൻ്റെ പോയിന്റ് കൂടുതലായിരിക്കണം. അടുത്ത ഗെയിം എന്ന് പറയുന്നത് ഇതാണ് ഗൈസ്, നമ്മുടെ അടുത്ത ഗെയിം എന്ന് പറയുന്നത് സോഡഷൻ എന്നാണ് ഗൈസ് ഈ ഒരു ഗെയിമിൻ്റെ പേര് ഗൈസ്. അതായത് ഒരു അനിമി ടൈപ്പ് ഒരു സംഭവം കാര്യങ്ങളുമാണ് ഇതിൽ. പിന്നെ സോംബീസിനെ കൊല്ലുക, ഇതാണ് ഇങ്ങനെ വലിച്ചടിച്ച് അങ്ങ് ഭയങ്കര ഇതായിട്ടുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് നമ്മൾ ചന്നം പിന്നെയും വെട്ടി വരച്ച് കൊന്നാണ് ഗൈസ്, വരുന്നവന്മാരെല്ലാത്തിനെയും കൊല്ലണം. അങ്ങനത്തെ ഒരു ഗെയിമാണ് ഗൈസ്. ഇതുപോലെ ഓരോരുത്തന്മാർ വരികയൊക്കെ ചെയ്യും ഗൈസ്. നമുക്ക് ഓരോ പവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഗൈസ് എന്തായാലും കുറച്ചുകൂടെ കഴിയുമ്പോൾ ഭയങ്കര ഇതായിരിക്കും, അതായത് ഭയങ്കര ടഫായിരിക്കും ഈ ഒരു ഗെയിം എന്ന് പറയുന്നത് ഗൈസ്. നമുക്ക് രസമാണ് ഗൈസ് ഈ ഒരു ഗെയിം കളിക്കുക. ഇങ്ങനെ വെട്ടി എല്ലാത്തിനും നശിപ്പിച്ചുകൊണ്ടിരിക്കാം ഗൈസ്. നമ്മുടെ ലൈഫും കുറയും, നമ്മൾ പിടിക്കപ്പെടല് ഗൈസ്. അതായത് അവന്മാർ പിടിക്കുക ചെയ്യല്, പിടിക്കാതെ പോകണം ഗൈസ്. അതുപോലെ കുറച്ചുകൂടെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ കണ്ടോ, ഇതുപോലത്തെ ഏറ്റവും മെയിനായിട്ടുള്ള സൂമ്പിയും കാര്യങ്ങളും കാണും. പിന്നെ പൊക്കോണ്ടിരിക്കാം ഗൈസ്. അങ്ങനെ അവന്മാരെല്ലാത്തിനും നമ്മൾ കൊല്ലണം ഗൈസ്. ഇപ്പം നമ്മളെ പിടിച്ചില്ല, എന്തായാലും എപ്പോഴേലും നമ്മളെ പിടിക്കും ഗൈസ്. ഇപ്പം നമുക്ക് ഒരെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു, കാരണം 300 ആയിട്ടാണ് നമ്മൾ വേഗം 400 ആയത് ഗൈസ്. ഇങ്ങനെയാണ് ഈ ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ ഗൈസ്. അടുത്ത ഗെയിം ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഗെയിം എന്ന് പറയുന്നത് ആംഗ്രി സ്റ്റിക്മാൻ 5 എന്നാണ് ഗൈസ് ഈ ഒരു ഗെയിം ഗൈസ്. ഇത് ഞാൻ മോഡ് APK ആണ് എടുത്തേക്കുന്നത് ഗൈസ്. ഇതൊരു അടിപൊളി ഗെയിമാണ് സത്യം പറയുന്നത്. നമുക്ക് ചുമ്മാ ഇരിക്കുമ്പോൾ കളിക്കാൻ പറ്റിയ ഗെയിമാണ് ഗൈസ്. അതായത് ഞാൻ നല്ലപോലെ ഇത് കളിക്കും, കാരണം നമുക്ക് ഇതിൻ്റെ സൗണ്ട് എഫക്റ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയാണ്. ഗൈസ് കളിക്കാൻ ഭയങ്കര രസമാണ്. പിന്നെ ഇതിനകത്ത് ഓരോ ഗണ്ണും കാര്യങ്ങളും ഓരോ വെപ്പണും സംഭവമൊക്കെ അടിപൊളിയാണ്. നമുക്ക് കോടാലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്, അതൊക്കെ എടുത്ത് എറിയുക, അങ്ങനെയൊക്കെയാണ് ഗൈസ്. ഇതൊക്കെ ചില സമയത്ത് അടിച്ച് കഴിഞ്ഞാൽ പൊട്ടും. ഇവനെയൊക്കെ ഇങ്ങനെ അടിച്ച് ഗൈസ്. ഗൈസ് ഇതൊക്കെയാണ് പ്രശ്നം. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഗൈസ് ലെവലൂടെ അങ്ങോട്ട് കൂടിക്കഴിഞ്ഞാണ്ടല്ലോ ഗൈസ് വേറെ ലെവലായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് എല്ലാം ഭയങ്കര ആളായിരിക്കും. ഒരു 10-30 പേര് കാണും, നമ്മൾ ഒരാൾ മാത്രമേ കാണത്തുള്ളൂ ഗൈസ്. എന്നിട്ട് അവരെ എല്ലാത്തിനും നമ്മൾ കൊല്ലണം. അങ്ങനെയൊക്കെയാണ് ഗൈസ് ഈ ഒരു കളി എന്ന് പറയുന്നത് ഗൈസ്. കണ്ടോ, സെറ്റാണ്, അടിപൊളി ഗെയിമാണ്. ഇതിൻ്റെ സൗണ്ടൊക്കെ ഭയങ്കര രസമാണ് ഗൈസ്. ഉറപ്പായിട്ടും കളിച്ച് നോക്കുക ഈ ഒരു ഗെയിം ഗൈസ്. അടുത്ത ഗെയിം നമുക്ക് നോക്കാം ഗൈസ്. ഇതാണ് നമ്മുടെ അടുത്ത ഗെയിം എന്ന് പറയുന്നത് ആർച്ചറി ബാറ്റിൽ നിന്നാണ് ഗൈസ് ഈ ഗെയിം എന്ന് പറയുന്നത് ഗൈസ്. ഇത് ഞാൻ പണ്ട് കളിച്ചിട്ടുണ്ട്, പണ്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഗൈസ്. ഇപ്പോഴാണ് ഇങ്ങനെയൊക്കെ ആയത്, പണ്ട് വേറെ ആയിരുന്നു ഗൈസ്. പണ്ട് അടിപൊളിയായിരുന്നു ഗൈസ്. എനിക്ക് സത്യം പറയാം പണ്ടത്തെ ആയിരുന്നു ഓൺലൈൻ. അത് ഇതിൻ്റെ അപ്ഡേഷനൊക്കെ വന്ന് ഇച്ചിരി കുറേ ഒറിജിനാലിറ്റി ഒക്കെ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ ഗൈസ് അങ്ങനെ ഉണ്ടായിരുന്നു, അതായിരുന്നു സുഖം ഗൈസ്, അതായിരുന്നു സെറ്റ്. അത് മാറ്റി ഗൈസ്, അതൊക്കെ മാറി കുറേ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു ഗൈസ്. ഇതും ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അമ്പും വില്ലും ഒക്കെ ഇത് ചെയ്യാനുള്ള ഇഷ്ടമുള്ളവരാണ് ഗൈസ്. ഈ ഒരു ഗെയിമും സെറ്റപ്പ് ഗെയിമാണ്. ഇതും നമുക്ക് ലോ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. അങ്ങോട്ട് പോകുമ്പം നമുക്ക് ടാസ്ക് ഭയങ്കരമായിട്ട് കൂടും, ഇങ്ങനെ സംഭവം മാറുകയും തിരിയുകയും ഒക്കെ ചെയ്യുക, അതിന് എല്ലാത്തിനും അടിക്കുകയൊക്കെ ചെയ്യണം ഗൈസ്. അങ്ങനെയാണ്. എന്തായാലും അടുത്ത ഗെയിം കാണിച്ചു തരാം ഗൈസ്. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഗെയിം എന്ന് പറയുന്നത് നിഞ്ച അറാഷി 2 എന്നാണ് ഗൈസ് ഈ ഒരു ഗെയിം ഗൈസ്. ഇത് 1 ഉണ്ട് 2 ഉണ്ട് ഗൈസ്. ഇതിനൊരു സ്റ്റോറി തന്നെയുണ്ട് ഗൈസ്. ഇതൊരു കിഡിലെ ഒരു സ്റ്റോറി ഗെയിം തന്നെയാണ് ഗൈസ്. അതായത് ഈ ഒരു സത്യം പറഞ്ഞ ഒരു മനുഷ്യനായിരുന്നു, അവൻ്റെ മോനെ തട്ടിക്കൊണ്ട് പോവുകയും അവൻ്റെ മോനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയൊക്കെയാണ് ഗൈസ് സത്യം പറഞ്ഞാൽ ഈ ഒരു ഗെയിം ഇത് ചെയ്യുന്നത് ഗൈസ്. അതായത് ഈ സ്റ്റാർ ഉണ്ട് ഞാനിപ്പോൾ എടുത്തത്, അതുപോലെ എല്ലാ സ്റ്റാറും നമ്മൾ 3 സ്റ്റാറുണ്ട്, 3 സ്റ്റാറും എടുത്താലേ നമുക്ക് ആ ലെവല് ഒരു ഫുൾ സ്റ്റാർ കിട്ടത്തുള്ളൂ ഗൈസ്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ നിന്ന് രക്ഷപ്പെടാനും കുറച്ച് ഇതുണ്ട് ഗൈസ്. എന്തായാലും നമ്മൾ ലെവൽ കൂടുന്തോറും ഭയങ്കര ടഫായിക്കൊണ്ടേയിരിക്കും ഗൈസ്. ഈ ഒരു ഗെയിം ഞാൻ ഫുൾ തീർത്താണ്. അടിപൊളി ഗെയിം, സത്യം പറയാല്ല അടിപൊളി ഗെയിമാണ് ഗൈസ്. ഉറപ്പായും കളിച്ച് നോക്കുക ഗൈസ്. ഇതിൻ്റെ ലാസ്റ്റ് നമ്മൾ കൊന്നു കഴിയുമ്പോൾ പറയാം ഇതിൻ്റെ 3ാമത്തെ ഒരു പാർട്ടോടെ കമ്മിങ് സൂൺ ആണെന്ന് പറയും ഗൈസ്. അതും സെറ്റപ്പായിരിക്കും ഗൈസ്. 1 അടിപൊളിയായിരുന്നു,
2 ഞാൻ കളിച്ചു, 2 അടിപൊളിയായിരുന്നു ഗൈസ്. ഇനിയും 3 കൂടെ വരുന്നുണ്ട്, 3 വരുമ്പോൾ നമുക്കറിയാം ഗൈസ്. പിന്നെ ഇതിൽ ഓരോ പവറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. പിന്നെ ഹാക്ക് ചെയ്തവർക്ക് ഹാക്ക് ചെയ്ത് കളിക്കാം, ഹാക്ക് ചെയ്യാത്തവർക്ക് അല്ലാതെയും കളിക്കാം. നൈസ് ഗെയിമാണ് ഗൈസ്. എന്തായാലും ഇന്നത്തെ ഗെയിമിൻ്റെ വീഡിയോസ് ഇത്രേ ഉള്ളൂ ഗൈസ്. ഇതാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടെന്ന് പറഞ്ഞത് ഗൈസ്. ഇതിനൊരു സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്, അത് സെറ്റാണ്, നൈസായിരിക്കും ഗൈസ്. അത് നൈസായിട്ട് വണ്ടിയുടെയും കാര്യങ്ങളൊക്കെ ഉള്ള ഗെയിമാണ് ഗൈസ്. അതുപോലെ ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക ഗൈസ്. അടിപൊളി ആണ്, സൂപ്പർ ഗെയിംസാണ് ഗൈസ്. ഓക്കെ, ബായ്.